ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒട്ടനവധി സുബദ്ധങ്ങളും ഒട്ടനവധി അബദ്ധങ്ങളുമായ കഥകളുണ്ട്. ആ കൂട്ടത്തിൽ അത്യന്തം അബദ്ധമായൊരു കഥയുണ്ട്. അതെന്താ ചോദിച്ചാൽ, ശങ്കരാചാര്യർ മണ്ഡനമിശ്രണമായിട്ടുള്ള തർക്കത്തിൽ കാമശാസ്ത്ര സംബന്ധമായ അറിവിനെക്കുറിച്ചുള്ള പ്രശ്നം വന്നപ്പോൾ അറിവില്ല എന്നിട്ട് മധ്യവർത്തിയായിരിക്കുന്ന ഉഭയഭാരതിയോട് ഒരിട ചോദിച്ച് തൻ്റെ ശിഷ്യന്മാരോട് ശരീരം കാക്കാൻ പറഞ്ഞ് ആസന്നമരണനായിരുന്ന ഒരു രാജാവിൻ്റെ ശരീരത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ പേര് അമരുകൻ, ശരീരത്തിലേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ പത്നിയുമായി 3 ദിവസം സുരതക്രിയകളിൽ ഏർപ്പെട്ട് തിരികെ വന്ന് അപ്പോഴത്തേക്ക് അയാൾ മരിച്ചു. ഈ ശരീരം എണീറ്റു, വാദം തുടർന്നു, അങ്ങനെ വാദത്തിൽ ജയിച്ചു, സർവജ്ഞനായി എന്നൊക്കെ ഒരു കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുക, അങ്ങനെ കഥ ഉണ്ട്. ഇവിടെ പലരും ഈ ഭക്തന്മാരെന്ന് പറയുന്ന കൂട്ടർ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആലോചിക്കാതെ ഇത് ശങ്കരാചാര്യരുടെ കേമത്താണെന്നുള്ള രീതിയിൽ പറയും, പരകായ പ്രവേശം ചെയ്തുല്ലോ എന്ന്. വാസ്തവത്തിൽ എന്തൊരു അബദ്ധം ആലോചിച്ച് നോക്കൂ. അത് ശങ്കരാചാര്യർ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സ്ത്രീയെ ചതിക്കുമോ, വഞ്ചിക്കുമോ? അത് സ്ത്രീ വഞ്ചനയല്ലേ അത്? കാരണം ആ സ്ത്രീ വിചാരിക്കുന്നത് എൻ്റെ ഭർത്താവാന്നാ, എൻ്റെ പതിയാണിതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ തൻ്റെ പതിയാണെന്ന് വിചാരിപ്പിച്ചിട്ട് ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവോ? ഒരിക്കലുമില്ല. ചതിയാണത്. ആ ചതി ശങ്കരാചാര്യർ ചെയ്യൂല, ഉറപ്പ്. അത്ര കാമശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ല. ഇനി പ്രായോഗികമായിട്ട് അറിവുണ്ടാവണം വെച്ചാൽ എന്തൊക്കെ വഴിയുണ്ട്. ഒരു 18 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയോട് ചോദിച്ചുകൂടെ, എന്താ കുഴപ്പം? അവൾക്കും ഇഷ്ടമാണ്, അയാൾക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ വേറൊരാൾക്ക് എന്താ പ്രശ്നമില്ല? വേറൊരാൾക്ക് ഇടപെടാനുള്ള വിഷയം എന്താ? വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ലേ? രണ്ടാമത്തെ വിഷയം, നാട്ടിൽ എത്ര ഗണികകളുണ്ട്, വേശ്യകളുണ്ട്. എല്ലാ ഗ്രാമത്തിലും വേശ്യാ സ്ത്രീകളുണ്ടാവും. ഇങ്ങനെ ചതിക്കാൻ പോണം ഒരാളെ. ഒരു സ്ത്രീയെ ഒരിക്കലും ശങ്കരാചാര്യർ ചതിക്കില്ല, ഉറപ്പാണ്.